1930കളിലാണ് എന്റെ കവിതകൾ അച്ചിൽ ചെയ്യുന്നത്. അതിനു മുമ്പ് ശ്രീ മാഞ്ഞൂർ പരമേശ്വരൻ പിള്ളയുടെ സാഹചര്യത്തിൽ ഇന്ന് കൈവന്ന മഹാകാവ്യ സംസ്കാരമാണ് ആദ്യം പ്രസിദ്ധീകരിച്ച കാര്യങ്ങളിൽ ദൃശ്യമാവുക. ഞാൻ ആദ്യമായി എഴുതിയതും പിന്നീട് നഷ്ടപ്പെട്ടതുമായ അഹല്യ എന്ന കൃതിയിൽ നിന്ന് ഒരു ശ്ലോകം ഉദാഹരിക്കാം. ആരണ്യസിന്നി ശശിതൂകിയ ചന്ദ്രികയ്ക്കും വാരഞ്ചിതും മധുരപ്രിയ പൂനിരയ്ക്കും ധാരാളമാശ്വസനഹേതുകമായി വിധാതാവാരാമമാർമണിയെ ഗൗതമപത്നിയാക്കി. മാലിനി എന്ന മറ്റൊരു കാവ്യഖണ്ഡത്തിൽ നിന്ന് ഒരു ശ്ലോകം കൂടി ഉദാഹരിക്കട്ടെ. പൂമണം തനുവണിക്കുളിർ ഉദ്യൽ പ്രേമചഞ്ചലത അസ്ഫുടഗാനം കാമസാരം അഭിസാരികമാരക്കേമമായനുകരിച്ചു സമീരൻ. സംസ്കൃതവൃത്തത്തിൽ സമുചിതാലങ്കാരങ്ങൾ നിവേശിപ്പിച്ച് സമൽകൃതമാക്കിയ ആഖ്യാന രീതിയിൽ പുരാണകഥകൾ പ്രത്യേക വൈചിത്ര്യമൊന്നുമില്ലാതെ പുനരാഖ്യാനം ചെയ്യുക എന്നതായിരുന്നു അന്ന് ഞാൻ ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നിയമലംഘന പ്രസ്ഥാനമായി മാറുകയായിരുന്നു. അടിമത്തത്തോടുള്ള പോരാട്ടത്തിൽ ഉദ്ബുദ്ധരായ യുവജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദേശാഭിമാനത്തെ ആളിക്കത്തിക്കാൻ മഹാത്മജിക്ക് കഴിഞ്ഞു. ഇന്നത്തെ യുവതലമുറയിൽ ഒരു വിഭാഗം ധരിച്ചിരിക്കുന്ന പോലെ സാഹിത്യത്തിനെ അടിച്ചോടിക്കാൻ മാത്രമായിരുന്നില്ല അന്നത്തെ രാഷ്ട്രങ്ങളുടെ ആഹ്വാനം. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ സുശക്തമായ ഒരു ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും ഇന്ത്യക്ക് ശക്തിദായകമായത് എല്ലാ തരത്തിലുമുള്ള അസമത്വങ്ങളുടെ നിർമ്മാർജ്ജനമാണെന്നും അവർക്കറിയാമായിരുന്നു. സാമൂഹ്യമായ വീക്ഷണഗതിക്ക് ഇന്നാട്ടിൽ ഹരിശ്രീ കുറിച്ചിട്ടത് അവരാണ്.